ഇതിലിപ്പോൾ എന്ത് സെറ്റ് ചെയ്യണം, എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊന്നും അറിയാതെ നിൽക്കാണ്. പക്ഷെ സെറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് എന്താണോ വേണ്ടത് അതിവിടെ ഉണ്ട്. അത്ര എക്കോസിസ്റ്റം അല്ലേ ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു എക്സ്പീരിയൻസ് സ്റ്റുഡിയോയുടെ ലൊക്കേഷൻ എവിടെയാണെന്നല്ലേ? കോഴിക്കോട് ഉള്ളേരിക്കടുത്ത്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ വരാം, എക്സ്പീരിയൻസ് ചെയ്യാം. ഇവിടെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഓരോ എക്കോസിസ്റ്റവും ലോ മെയിൻ്റെനൻസ് ആണ്. നല്ല ക്ലീൻ വാട്ടർ, സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറുതു മുതൽ വലിയ എക്കോസിസ്റ്റം വരെ ഇവിടെ ഉണ്ട്. ഇത് ചെറിയ നാനോ കർവ് ചെയ്ത സിമ്പിൾ ഡിസൈൻ ആണ്. ഇതിൽ ഫിഷസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഷ്രിമ്പിനെ സെറ്റ് ചെയ്ത ഒരു ഡിസൈൻ. ഇത് വേറൊന്ന് നമ്മുടെ എലിഫന്റ് റോക്ക് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ. അതിലൂടെ ഒരു വാട്ടർ ഫ്ലോയും കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മളൊക്കെ അക്വേറിയം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ബേസിക് ഐഡിയ വെച്ചിട്ടായിരിക്കും ചെയ്യുക. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫ്ലോപ്പ് ആയി പോവുകയും ചെയ്യും. അങ്ങനെയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തുള്ള എക്സ്പീരിയൻസ് സെന്റർ നിങ്ങൾക്കൊരു ഹെൽപ്പ് ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് CO2 കൊടുത്തിട്ടില്ല, പക്ഷെ പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തിയാണ്. ഫിഷസ് ഒക്കെ നല്ല ആക്റ്റീവ് ആണ്. നല്ല ക്യൂട്ട് ഏഞ്ചൽ ഫിഷ് അല്ലേ? ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ലൈറ്റ് ആണ്. പ്ലാന്റ്സിന്റെ ഗ്രോത്തിനും ഫിഷിന്റെ കളറിനും എല്ലാം ലൈറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ടാങ്കിന്റെ ഡെപ്തിനും സൈസിനും ഒക്കെ അനുസരിച്ചാണ് ലൈറ്റ് സെറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് പോകാൻ തോന്നില്ല. അതൊന്നാമത്തെ കാര്യം. നമ്മളൊക്കെ വിചാരിക്കുന്നത് അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നല്ലേ? പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. സിമ്പിൾ പരിപാടിയാണ്. കറക്റ്റായിട്ട് ചെയ്യണമെന്നുള്ളൂ. ഇനിഷ്യലി നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വളരെ സിമ്പിളാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇവിടെ ആകെ ഈ ഒരു ടാങ്കിൽ ചെയ്യുന്ന മെയിൻ്റെനൻസ് പറഞ്ഞിട്ടെ, ഒന്ന് വാട്ടർ ടോപ്പപ്പ്, പിന്നെ ഗ്ലാസ് ഒന്ന് സ്പോഞ്ച് വെച്ച് തുടയ്ക്കുന്നു. സിമ്പിൾ മെയിൻ്റെനൻസ് അല്ലേ? വീട്ടിലേക്കും ഓഫീസിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈൻസ്. ഇതിലെല്ലാം എക്സ്ട്രാ ക്ലിയർ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഫിഷുകൾ, ഇതിൽ ഒരുപാട് എണ്ണത്തിനൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നെയിം എനിക്കറിയില്ല. പക്ഷേ ഇതിലെല്ലാത്തിനെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. ലാവാ റോക്ക് വെച്ച് ചെയ്ത ഡിസൈനാണിത്. നല്ല രസമല്ലേ കാണാൻ? ഫിഷൊക്കെ തിളങ്ങി നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഒരു അക്വേറിയം ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ പ്രോപ്പറായി സെറ്റ് ചെയ്യാന്നുള്ളത് ഇവിടുന്ന് പറഞ്ഞു തരും. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി വേറൊരു ഐറ്റം കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ ഒക്കെ സെൻട്രൽ ഏരിയയിൽ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം. 4 ഭാഗത്തു നിന്നും വ്യൂ ഉണ്ടാവും. ഇതിന്റെ ഫിൽട്രേഷൻ ഒക്കെ ഇൻബിൽട്ട് ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ ലൈറ്റ് മാത്രമേ പുറത്ത് കാണുള്ളൂ. ഇതിൽ കാണുന്ന സ്റ്റോൺ മൊത്തം ലാവാ റോക്കാണ്. ഇവിടുത്തെ ഓരോ ഡിസൈനും ഓരോ മൂഡാണ്. ശരിക്കും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ഈ ഒരു ഡിസൈൻ എനിക്ക് കുറച്ചധികം ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ ഒരു മൂഡ് ഇതാണ്. ഹൈഡ്രോ കോട്ടിൽ ട്രിപ്പാട്ടിട്ട അതാണ് ഈ ഒരു പ്ലാന്റ്. സൈഡിൽ റിക്കിയമോസും വരുന്നുണ്ട്. ഇതേപോലുള്ള വേറൊരു സാധനം കൂടെ കാണിച്ചിട്ടെ. ജസ്റ്റ് ഒരു വാട്ടർ ഫ്ലോ ഒക്കെ വരുന്ന ഐറ്റം. ദേ ഇതെങ്ങനെയുണ്ട്? ഇപ്പൊ നമ്മൾ പ്ലാൻസ് വെച്ചുള്ള കുറെ ഡിസൈൻസ് കണ്ടില്ലേ? വേറെ 1-2 ഐറ്റം കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് ലൈക്ക് ആവും. ഇത് ഡിസ്കസിന് വേണ്ടിയിട്ടുള്ളത്. കുറച്ച് ഹൈഡിങ് സ്പോട്ട് ഒക്കെ വേണം അവന്മാർക്ക്. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഡിസൈൻ. ഇതിന്റെ ഫിൽറ്ററും ഇൻബിൽട്ട് ആയിട്ടാണ് വരുന്നത്. ഒരുപാട് ഫിഷ് ഒന്നുമില്ല, കുറച്ച് ഫിഷ് മാത്രം. പക്ഷെ അത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീടിന്റെ പാർട്ടീഷനായിട്ടും ഓഫീസിലൊക്കെ ഇത് സെറ്റാണ്. ഇനി കാണിക്കാൻ പോകുന്ന ഡിസൈനിൽ നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഫിഷസ് ആയിരിക്കും കാണാൻ പോകുന്നത്. ഇവന്മാര് കുറച്ച് സ്പെഷ്യലാണ്. ഈ ഡിസൈനാണ് ലേക്ക് തങ്കനിക്കൻ ഡിസൈൻ. ആഫ്രിക്കൻ സിക്ലേഡ് വെറൈറ്റീസ് അതാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നെയിമാണ് ദേ ഈ താഴെയിലൂടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ pH വരുന്നത് 8.5 ആണ്. അതുകൊണ്ട് ഇതിൽ പ്ലാന്റ്സ് ഒന്നും വളർത്താൻ പറ്റില്ല. നിങ്ങൾ ആദ്യമായിട്ടല്ലേ തങ്കനിക്കൻ ഫിഷസിനെ കാണുന്നത്? ഞാനും ആദ്യമായിട്ടാണ്. ഇതെനിക്ക് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ ഇവന്മാര് ക്യൂട്ട് ഐറ്റംസ്. ഇത് രണ്ടും ഡാംസൽ ഫിഷസ് ആണ്. ഒന്ന് ബ്ലൂ ഡാംസൽ, അടുത്തത് വൈറ്റ് ടെയിൽ ഡാസിലസ്. ഇതിലാകെ ഒരു മെയിൻ്റെനൻസ് വരുന്നത് വാട്ടർ ടോപ്പ് ചെയ്യുന്നതാണ്. ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇവരൊന്ന് കോൺടാക്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ഫിഷിനൊക്കെ ഞാൻ ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ശരിക്കും മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ ഇതുപോലൊന്നും നല്ലതാണ്. ഇത്രയും ഡിസൈൻസ് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ, സംഭവം സെറ്റല്ലേ? ഇനി ഇതിന്റെ പുറത്ത് കുറച്ച് ഡിസൈൻസ് കൂടെ ഉണ്ട്. അതിലൊന്ന് ഇത്. ഇപ്പൊ ഇവിടെ കുറെ ഫിഷസിനെ കണ്ടില്ലേ? നമ്മൾ കാണാത്തതൊക്കെ. നിങ്ങളുടെ അക്വേറിയത്തിലേക്ക് ഫിഷസും പ്ലാന്റ്സും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഏരിയ തന്നെ ഇതിനായിട്ടുണ്ട്. അതുപോലെ അക്വേറിയത്തിൽ സെറ്റ് ചെയ്യേണ്ട ഡ്രിഫ്റ്റ് വുഡ്, സ്റ്റോൺസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നല്ല ഷേപ്പ് ഉള്ള ഡ്രിഫ്റ്റ് വുഡ്. ഇതിലൊക്കെ പ്ലാന്റ് സെറ്റ് ചെയ്താൽ സെറ്റാണ്. അക്വേറിയം റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ, സംഭവം സെറ്റല്ലേ? ഇവിടെ ഉള്ളതെല്ലാം ലോ മെയിൻ്റെനൻസ് അക്വേറിയങ്ങളാണ്. കോഴിക്കോടുള്ള ആരും ഇത് മിസ് ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.